ശിവശങ്കർ MLA അപ്രതീക്ഷിതമായി മലപ്പുറത്ത് വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തി. ഇതോടെ തന്റെ പോരാട്ടത്തിന്റെ ഒന്നാം ഘട്ടം തൽക്കാലത്തേക്ക് നിർത്തുകയാണെന്നും അൻവർ പ്രഖ്യാപിച്ചു. ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നത്തോട് കൂടി ഒന്നാം ഘട്ട എന്റെ ഈ ഓപ്പറേഷന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് കേരളത്തിലെ നല്ല IPS ഓഫീസർമാരാണ്. ഏത് കേസും കണ്ടെത്താൻ കഴിയുന്ന IPS അല്ലാത്ത IPS ലഭിക്കാത്ത നല്ല മിടുക്കന്മാരായ സത്യസന്ധരായ ഒരു കാലിച്ചായ പോലും ഒരാളോടും വാങ്ങിക്കുടിക്കാതെ ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേപടി പാലിച്ച് ജീവിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥരോടുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വളരെ ഉന്നതനായ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിന്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ കൾപ്രിറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തുപോയി അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ എന്താണോ അതിന് വിധേയരാകേണ്ടതുണ്ട്. സത്യസന്ധമായും ഭയമില്ലാതെയും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇദ്ദേഹത്തെ പേടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും സുഹൃത്തായ സുജിദാസ് എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ടെററാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നടത്തും. അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അടിച്ചേൽപ്പിക്കും. ഒരാൾക്ക് ചെറുതിൽ നടക്കാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആലോചിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് അവര് ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കട്ടെ. ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ ഞാൻ ഈ പറഞ്ഞ പല ദുരൂഹമായ മരണങ്ങൾ വേറെയുണ്ട്. ആളുകളെ കാണാതായിട്ടുണ്ട്. അത്തരം കേസുകൾ പരാതി കൊടുത്ത എത്രയോ കേസുകൾ മുഖ്യമന്ത്രിയുടെ ആത്മഹത്യ കൊടുത്ത പരാതികൾ പലരും ഇത്തരത്തിലുള്ള ദുരൂഹമായ കേസുകൾ. ആ ആളുകളൊക്കെ പലരും വളരെ അങ്ങേയറ്റം വിഷമത്തിലാണ്. അവർക്കൊന്നും നീതി കിട്ടിയില്ല എന്ന ഒരു ഫീലിംഗ് ആളുകൾക്ക് ഉണ്ട്. അതൊക്കെ ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തില് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഞാൻ എന്താ പറയാ ഇന്ന് പോയി നാളെ ഉണ്ടെങ്കിൽ അവിടെ കാണുക അല്ലെങ്കിൽ മറ്റന്നാണ് കണ്ട് അത് നൽകാൻ തന്നെയാണ് തീരുമാനം. ഇത് പുതിയ പരിശോധനകൾ ചിലതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്. ചിലത് വെളിപ്പെടുത്തിയാൽ ഇനി വരാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ പറയുന്ന പ്രതികൾ അതിലെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചിലത് നമുക്ക് പറയാൻ പ്രയാസമുണ്ട്, പുറത്തുവിടാൻ പ്രയാസം.